എൻ്റെ പേര് സുലേഖ. ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു. ഞങ്ങൾ 9/2/2024 ഉടമ്പടി എടുത്തത്. എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സാക്ഷ്യം പറയാൻ വന്നത്. ഇതെൻ്റെ അച്ഛനാണ്. അച്ഛനെ ഒരു ദിവസം പെട്ടെന്ന് ഒരു ഛർദിലും ഒരു വല്ലാത്ത ഒരു വിഷമങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ അച്ഛൻ 92 വയസ്സുണ്ട്. പെട്ടെന്ന് ഒരു ഛർദിലും നെഞ്ചിനൊക്കെ ഒരു വല്ലാത്തൊരു വിഷമങ്ങളുണ്ടായി. അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തെ ഡോക്ടർമാർ പറഞ്ഞു സീരിയസ് ആണ്, ഉടനെ മെഡിക്കൽ കോളേജിലോ കാരിത്താസിലോ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ 2 മണി രാത്രിയായപ്പോൾ ഞങ്ങൾ ഉടനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുവന്നപ്പോഴും അവരും പറഞ്ഞു ആൾ കണ്ടീഷൻ മോശമാണ്, ഐസിലേക്ക് മാറ്റുകയെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഉടനെ CT സ്കാൻ എടുത്തു. ഉടനെ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പിത്തസഞ്ചിയിൽ കല്ലാണെന്ന് പറഞ്ഞു. 92 വയസ്സുള്ള അച്ഛന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ICUയിൽ 2 ദിവസം കിടന്നു കഴിഞ്ഞപ്പോൾ എൻഡോസ്കോപ്പി വഴി നമുക്ക് എടുക്കാൻ നോക്കാമെന്ന് പറഞ്ഞു. അതും അവർ 3-4 മണിക്കൂർ നോക്കിയിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ച് അവിടെ വന്നപ്പം മഞ്ഞപ്പിത്തവും ഉണ്ടായിട്ടുണ്ട്. അപ്പം ആപ്പാടെ കണ്ടീഷൻ വളരെ മോശമെന്ന് പറഞ്ഞു. 3-4 മണിക്കൂർ വരെ ട്രൈ ചെയ്തിട്ട് എടുക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് അവർ പറഞ്ഞു വീണ്ടും ഐസിയിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞു. ഉടനെ വെൻറ്റിലേറ്ററിൽ കൊടുത്തു. അപ്പോൾ അങ്ങനെ ഒരു 4 ദിവസം ICUയിൽ കിടന്നു. അപ്പോഴും ഞങ്ങൾ ഉടമ്പടിയിലുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ എൻ്റെ അച്ഛനെ സുഖപ്പെടുത്തി തരണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് തൽക്കാലം ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കൊടുത്ത് തൽക്കാലം ഒരു ശാന്തി വരുത്തിയിട്ടുണ്ട്. ഒരാഴ്ച ഹോസ്പിറ്റലിൽ കിടന്ന് ഡിസ്ചാർജ് ചെയ്തു. വീണ്ടും കല്ലെടുക്കാത്ത സ്ഥിതിക്ക് ഇനി ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 പ്രാവശ്യം ഉണ്ടായ സ്ഥിതിക്ക് ഞങ്ങൾ വീണ്ടും കൊണ്ടുചെല്ലും. അപ്പോഴും ഇങ്ങനെ ഡോക്ടർ മരുന്ന് തന്ന് വിടും. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ അച്ഛൻ്റെ അടുക്കെ ഇവിടെ കൊണ്ടുവന്ന് അച്ഛൻ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ച് സൈത്ത് തൂത്ത് കുരിശ് വരച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം അച്ഛൻ ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടുകളും ഇന്നേ വരെ അച്ഛനുണ്ടായിട്ടില്ല. പിന്നെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആ കല്ല് പൂർണ്ണമായി മാറിയതായിട്ടാണ് ഡോക്ടർ പറഞ്ഞു. ഇപ്പം ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടില്ല. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ നെറ്റിയിൽ തൈലം തൊട്ട് കുരിശ് വരയ്ക്കാറുണ്ട്. വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും ചെയ്യാറുണ്ട്. എന്ത് അസുഖം വന്നാലും ഞാനിപ്പോൾ അച്ഛന് കൊടുക്കുന്ന മരുന്നുകൾ ഒരു മരുന്നും ഇപ്പോൾ എൻ്റെ അച്ഛൻ കൊടുക്കുന്നില്ല. പിന്നെ ഉപ്പിട്ട് മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിലിട്ട് കൊടുക്കും. അച്ഛനും പൂർണ്ണ വിശ്വാസമാണ്. അച്ഛന് എന്നും അമ്മേനെ വിചാരിച്ചേ ഇരിക്കുകയുള്ളൂ. എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അച്ഛനും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എപ്പോഴും അമ്മേ എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതുവരെ ഒരസുഖവും ഇല്ല. അങ്ങനെ പറഞ്ഞു നിർത്തുന്നു. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അടുത്ത ഒരു വൃദ്ധസദനത്തിൽ പോകാറുണ്ട്. അവിടെ അവർക്ക് വേണ്ടതെല്ലാം എത്തിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് കൊണ്ടുവന്ന പാത്രം മുഴുവൻ ഞാൻ പിറ്റേ ദിവസം തന്നെ അത് കൊടുത്ത് തീർക്കും. പിന്നെ അങ്ങനെ നല്ല കാര്യങ്ങൾ. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ പൊതിച്ചോറ് കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കൊടുക്കാറുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-12 തിരുവചനത്തിൽ കർത്താവെ മരുന്നോ ലേപനമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജീവൻ്റെയും മരണത്തിൻ്റെയും മേൽ അങ്ങേക്ക് അധികാരമുണ്ട്. ഇവിടെ തൻ്റെ അച്ഛൻ 92 വയസ്സുള്ള തൻ്റെ അച്ഛൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ് സുലേഖ നമ്മോട് പങ്കുവയ്ക്കുന്നത്. എന്തായിരുന്നു അച്ഛന് അസ്വസ്ഥതകൾ? ICUയിലും വെൻറ്റിലേറ്ററിലും ഒക്കെ ആയിട്ട് കിടന്ന മകൻ ഓപ്പറേഷൻ ചെയ്യാൻ യാതൊരു നിവൃത്തിയുമില്ല. അപ്പോൾ ഈ ഒരവസ്ഥയിൽ വീണ്ടും പിത്താശയത്തിലെ കല്ല് ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കൂടെ മഞ്ഞപ്പിത്തവും എല്ലാമായി അങ്ങനെ ആകെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് കിടക്കുമ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുന്നു. അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിക്കുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഈ ഒരു അസ്വസ്ഥതകൾ അച്ഛനില്ല. അച്ഛനിപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പരിപൂർണ ആരോഗ്യവാനായിട്ട് നേരത്തേതുപോലെ തന്നെ ആരോഗ്യം വീണ്ടെടുത്ത് ഇന്ന് അൾത്താരയിൽ നമുക്ക് മുമ്പിൽ നിൽക്കുകയാണ്. മകളുടെ കൂടെ അച്ഛനും പ്രാർത്ഥനയ്ക്കൊക്കെ പങ്കെടുക്കുന്നു. അതുപോലെ എന്തിനും തൻ്റെ അച്ഛൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രമാണെന്നാണ് ഈ സുലേഖ എന്ന ഈ മകൾ നമ്മോട് പറയുക. കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഇതൊക്കെ ഈ മക്കളൊക്കെ ചെയ്യുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർ ഈശോയെ എത്രമാത്രമാണ് തങ്ങളുടെ ചങ്കോട് ചേർത്ത് വെക്കുന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ചുണ്ടിൻ്റെ പ്രാർത്ഥനയല്ല ചങ്കിൻ്റെ, അതായത്
ചങ്കോട് ചേർത്ത് നാം ദൈവത്തെ വെക്കണം. ആ ഒരവസ്ഥയിലേക്ക് ഈ മക്കളൊക്കെ കടന്നു വരികയാണ്. അങ്ങനെ ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടുന്നതൊക്കെ കൃപയായിട്ട് കണ്ടുകൊണ്ട് തൻ്റെ അച്ഛന് ലഭിച്ച രോഗസൗഖ്യം അൾത്താരയിൽ പങ്കുവച്ച് എല്ലാവരോടും എല്ലാവരുടെയും മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.